എല്ലാവർക്കും പാചകലോകം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. മോൾക്കിപ്പോൾ സ്കൂൾ വെക്കേഷനാണ്, എന്നാലും ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ അതിന് കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇവിടെ ഇപ്പോൾ സമ്മറാണ്, അപ്പോൾ അവധിയുള്ള ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് ഈ ചെടികളൊക്കെ പോയെന്ന് നോക്കും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാം രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കും. കുറച്ചൊന്ന് വെയിലായി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമുക്ക് ഒത്തിരി നേരം നിൽക്കാൻ പറ്റില്ല. നേരെ വെളുത്ത് വരുന്ന സമയത്ത് നമ്മുടെ ഗാർഡനിൽ കുറേ വിസിറ്റേഴ്സൊക്കെ കാണും. മാൻകുഞ്ഞുങ്ങൾ കാണും, മുയൽ കാണും, കുറേ കിളികളും ചിക്മങ്കും അണ്ണാനും ഒക്കെ കാണും. കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ആണേലും ഈ മാനും മുയലും വന്ന് തിന്നുന്നത് മുഴുവനും നമ്മുടെ ഈ പൂവുണ്ടാകുന്ന നല്ല നല്ല ചെടികളാണ്. അതാണ് ഏറ്റവും വിഷമം. അപ്പോൾ റോസയൊന്നും ഇതുവരെ തിന്നിട്ടില്ലായിരുന്നു. ഈ വർഷം നമ്മുടെ മുഴുവൻ റോസയും തിന്നിട്ട് പോയി. അപ്പോൾ അത് പൊട്ടിക്കിളിക്കുന്നതനുസരിച്ച് വീണ്ടും ആ തളിരലയും അതിൻ്റെ കരിമുട്ടും എല്ലാം വന്ന് തിന്നും. അതുകൊണ്ട് ഇക്കൊല്ലം റോസയിലൊന്നും പൂവില്ല. അങ്ങനെ നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് കിച്ചണിലെത്തി. അപ്പോൾ ഒരു 7:30 ആകുമ്പോൾ അമ്മൂസിനെ സ്വിമ്മിങ് ക്ലാസ്സിന് കൊണ്ടാക്കണം. അപ്പോൾ രാവിലെ അത്ര ഹെവി ഫുഡ് കഴിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബ്ലൂബെറി മഫിനും പാലും കൊടുത്താണ് വിടുന്നത്. ഇപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഔട്ട്ഡോർ ആണ് ഇവരുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ഡ്രൈ ലാൻഡ്, വെറ്റ് ലാൻഡ് എന്ന് പറഞ്ഞ് 2 സെക്ഷനാണ്. അപ്പോൾ ആദ്യം ഒരു അരമണിക്കൂർ സ്ട്രെച്ചിങ്, വാമപ്പ് അങ്ങനെ കുറച്ച് എക്സർസൈസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ വെള്ളത്തിലിറങ്ങുന്നത്. 400 മീറ്ററിൻ്റെ പ്രാക്ടീസാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അമ്മൂസ് ഇപ്പം അഡ്വാൻസ് ലെവലാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തൊരു വേറൊരു 14 ഫീറ്റുള്ള പൂളുണ്ട്. അതിലാണ് ഇവരുടെ ഡൈവിങ് പ്രാക്ടീസൊക്കെ നടക്കുന്നത്. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് എല്ലാം കൂടെ 2 മണിക്കൂർ എടുക്കും. നല്ല ടയേർഡായിട്ടായിരിക്കും വരുന്നതും. അപ്പം ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വിളിക്കാറാകുമ്പോഴത്തേക്ക് അരുൺചേട്ടൻ എത്തും. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. കുക്കിംഗ് സ്പ്രേ ആണ് ഞാൻ ഇഡ്ഡലി തട്ടിൽ ഉപയോഗിക്കുന്നത്. അതാവുമ്പോൾ ഒട്ടും തന്നെ ഇഡ്ഡലി അതിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇഡ്ഡലി റെഡിയായി. ഇനി നമ്മുടെ തേങ്ങാ ചമ്മന്തി കടുകെല്ലാം താളിച്ചിട്ട് തിളച്ച് പോകാതെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പൂസിന് കൊടുക്കാൻ വേണ്ടി കുറച്ച് കുഞ്ഞ് ബട്ടൺസ് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഡ്ഡലിപ്പൊടിയില്ലേ, അതും കൂടെ ചേർത്തൊന്ന് മിക്സാക്കി എടുക്കും. അല്പം നെയ്യ് ചൂടാക്കിയിട്ട് നമ്മുടെ കുഞ്ഞിഡ്ഡലി എല്ലാം ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഉപ്പുണ്ട്. പിന്നെ ഇഡ്ഡലിയിൽ ഉപ്പുള്ളതാണ്. ഉപ്പ് വേണേൽ കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിന് പകരം നമ്മുടെ സാധാരണ ഇഡ്ഡലി ഇല്ലേ, അത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ടും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാനും നല്ല ഹെൽത്തിയാണ്. You like it? Yeah. I like spicy idli. I like spicy idli. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ കിളികൾക്കും അണ്ണാനും ഒക്കെയുള്ള ഫുഡ് ഞാൻ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഇത് നിറച്ച് വെക്കും. പക്ഷെ പെട്ടെന്ന് തീരും. ഈ വൈൽഡായിട്ട് വളരുന്ന കിളികളല്ലേ, അപ്പോൾ അവർ ആഹാരം കിട്ടുന്നതെന്ന് കാണുമ്പം ഇഷ്ടംപോലെ വരും. പല തരത്തിലും പല നിറത്തിലും ഒക്കെ നല്ല രസമാണ് കാണാൻ. ഇവിടുത്തെ അണ്ണാന് നല്ല വലിപ്പമുള്ളതാണ് നിന്നുകൊണ്ട് ഫുഡ് കഴിക്കുന്നത്. നാട്ടിലെ പോലെ വരയുള്ള അണ്ണാനുണ്ട് ഇവിടെ. അത് തീരെ കുഞ്ഞതാണ്. അതാണ് ചിപ്മങ്ക്. തീരെ ചെറുതാണ്. അത് അത്രേ വളരത്തുള്ളൂ. കറുത്ത അണ്ണാനെ നമ്മൾ ഇവിടെ താമസിക്കുന്നിടത്ത് ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോകുന്നവർ അവിടെ കണ്ടിട്ടുണ്ട്. അവിടുത്തെ പാർക്കിലും പിന്നെ US കാനഡ ബോർഡർ ആ ഒരു സൈഡിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ കിളികൾക്കൊക്കെ ഫുഡ് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് എവിടുന്നോ വന്നതാണ് ഇത് കഴിക്കാനായിട്ട്. വേറൊരു ദിവസം വന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ആ ബേഡ് ഫീഡർ അതിൽ നിന്ന് തട്ടി താഴെ ഇട്ട് അതൊന്ന് ഉരുട്ടി ഇതിങ്ങനെ കൊണ്ടുപോകാൻ നോക്കും. ഉച്ചയ്ക്ക് ഊണിന് മീൻകറി വെക്കുന്നുണ്ട്, മീൻ വറക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് കിട്ടിയ റെഡ് സ്നാപ്പറാണ്. ഇതിൻ്റെ അകത്തെ വേസ്റ്റും പുറത്തെ ചെതുമ്പലൊക്കെ ബാക്കി നമ്മൾ മുറിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുള്ളിന് നല്ല കട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരെണ്ണേ മുറിക്കാൻ പറ്റുള്ളൂ. 2 എണ്ണം ഞാൻ വറുത്തു. പിന്നെ ഒരെണ്ണം നമ്മുടെ സാധാരണ മുളക് കറി വെച്ചു. അതിൻ്റെ കൂടെ തക്കാളി നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന കറിയില്ലേ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് കൂടെ കഴിക്കാൻ വെച്ചത്.
കുടംപുളി ഇട്ട് മീൻ മുളക് കറി വെക്കുമ്പോൾ അതിൻ്റെ കൂടെ തക്കാളി ഒഴിച്ചേറി നല്ല ടേസ്റ്റാണ്. ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സമ്മറൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീടിന് പുറത്തിരുന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ വീടിൻ്റെ പുറകുവശമാണിത്. അവിടെ ഇപ്പോൾ ഒരു മാനും അതിൻ്റെ 2 കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. നേരത്തെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാനിറച്ചി കിട്ടുമോയെന്ന്. അപ്പോൾ ഇവിടെ അങ്ങനെ അമേരിക്കൻ ഗ്രോസറി സ്റ്റോറിൽ ഇതുവരെ കണ്ടിട്ടില്ല ഈ മാനും മുയലിൻ്റെയൊക്കെ മീറ്റ് സെല്ല് ചെയ്യുന്നത്. സാധാരണ ചിക്കനും ഫിഷ് ബീഫൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനോടുകൂടി തന്നെ എല്ലാ വർഷവും ഇവിടെ ആൾക്കാർ ഹണ്ട് ചെയ്യുന്നവരുണ്ട്. അവരിതിനെ ലേലത്തിലൊക്കെ വിറ്റ് അങ്ങനെ ആളുകൾ വാങ്ങിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് കഴിക്കാത്തതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് നോക്കിയിട്ടില്ല. നാല് മണിയായപ്പോൾ അരുൺചേട്ടന് മാത്രം ഒരു ചായ ഇട്ടു. അപ്പം ഞാൻ ചായ കുടിക്കാറില്ല. ഇത്തവണ നാട്ടിൽ പോയപ്പോൾ നമുക്ക് ഇടുക്കിയിൽ നിന്ന് നല്ല തേയിലയും ഏലക്കയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ചായ ഇടുന്നതുകൊണ്ട് നല്ല മണവും ടേസ്റ്റൊക്കെയാണ്. പിന്നെ ഒരു ചായ ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഇങ്ങനെ പാത്രം അടിക്കാൻ വേണ്ടി എടുത്തില്ല. ഒരു തവി വെച്ചിട്ട് തന്നെ ഇങ്ങനെ അടിച്ച് പതപ്പിച്ചെടുത്തു. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. 3 വയസ്സ് തൊട്ട് നമ്മുടെ സോക്കറിൻ്റെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസിനെ അതിന് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. സോക്കർ എന്ന് പറയുന്നത് നമ്മുടെ ഫുട്ബോളിനാണ് ഇവിടെ സോക്കർ എന്ന് പറയുന്നത്. 3നും 5നും ഇടയ്ക്ക് പ്രായമുള്ള ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഓരോ കാർട്ടൂണിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഇതൊക്കെ വെച്ച് അങ്ങനെ വളരെ ഫണ്ണി ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ആ കോച്ച് ട്രെയിനിങ് കൊടുക്കുന്നത്. We're going to try something tough. Coach calls this a toe touches. We're going to touch it. 7, 8, 9, 10, 11, 12. That was pretty good. Pretty good. Oh, no extra credit tonight. അപ്പൂസിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയത്. പിന്നെ തിരിച്ച് വന്ന് കുളിപ്പിച്ച് അവർക്ക് 2 പേർക്കും ചീസ് ദോശ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനായിരുന്നു പ്ലാന്. പിന്നെ വൈകിട്ട് പെട്ടെന്നൊന്ന് പുറത്ത് പോകേണ്ട കുറച്ച് ആവശ്യം വന്ന്. അപ്പോൾ അങ്ങനെ അത് മാറ്റി വെച്ചിട്ട് കൊത്തു പൊറോട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമുക്ക് ഫ്രഷ് പൊറോട്ടയൊന്നും എങ്ങും കിട്ടത്തില്ല. ഫ്രോസൺ ആണ് വാങ്ങുന്നത്. ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ചേർത്തു. മുട്ടയൊന്ന് ചിക്കി എടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തു. പിന്നെ നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി. അതിനുശേഷം ഒരു 3 പൊറോട്ട എടുത്തൊന്ന് ഇതുപോലെ പിച്ചിക്കീറി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയിരുന്ന ചിക്കൻ കറി അതിൻ്റെ എല്ലെല്ലാം മാറ്റിയിട്ട് അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. നമ്മളിങ്ങനെ ചെയ്യുമ്പം ഈ പൊറോട്ട കുതിർന്ന് സോഫ്റ്റ് ആകാനുള്ള ആ ഒരു ഗ്രേവി വേണം. ഇല്ലെങ്കിൽ ആ പൊറോട്ട കട്ടിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഹാർഡായിപ്പോവും. കുറച്ച് ക്രിസ്പി ആയിട്ട് വരും. ഇതുപോലെ ഇരുമ്പ് ചീനച്ചട്ടിയൊക്കെയാണ് കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ആ പൊറോട്ട പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോവും. പൊറോട്ടയിലേക്ക് ആ കറി പിടിക്കത്തക്ക രീതിയിൽ ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കറി വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അല്പം ഒരു ചൂടുവെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ ആ പൊറോട്ട സോഫ്റ്റായി കിട്ടും. നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞത് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് കറിയൊക്കെ ബാക്കി ഇരിപ്പുണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഡിന്നറൊക്കെ കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ലോവ്സിൽ കയറി നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കണം. 1 മിനിറ്റിൽ നമുക്ക് കീ റെഡിയാക്കി കിട്ടും. പിന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിൽ ആ നട്ട് ബോൾട്ടില്ലേ, അപ്പോൾ അതിടയ്ക്ക് ലൂസായിപ്പോൾ അതും ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു വ്ലോഗ് ഞാൻ ലാസ്റ്റ് മന്ത് ജൂലൈയിൽ എടുത്തതാണ്. അപ്പം രാത്രി ഒരു 8 മണിയൊക്കെയാണെന്ന് കണ്ടാൽ പറയുമോ, നല്ല പകൽ പോലെ വെളിച്ചമാണ്. ഇനി അത് പതിയെ തണുപ്പ് കൂടുന്തോറും പകൽ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരും വിൻ്റർ ആകുമ്പോഴത്തേക്ക്. ലോവ്സ് എന്ന് പറയുന്ന ഒരു വളരെ വലിയൊരു ഹാർഡ്വെയർ ഷോപ്പാണ്. ഇവിടെ ഒരുപാട് എല്ലാ ടൈപ്പ് ടൂൾസും അപ്ലയൻസസും വീട്ടിലേക്ക് വേണ്ട എന്ന് വെച്ചാൽ അതായത് ബിൽഡിംഗ് സപ്ലൈസ് കൂടുതൽ കിട്ടുന്ന കടയാണ്. ഹോം ഡിപ്പോട്ട് പോലെ തന്നെ. നമ്മൾ വന്നത് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനായിട്ട് മിനിറ്റ് കീ എന്ന് പറഞ്ഞൊരു കിയോസ്ക് വെച്ചിട്ടുണ്ട്. അതായത് സെൽഫ് സർവീസ് ആണ്. അപ്പോൾ നമ്മുടെ കീ ഇട്ട് കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിട്ടതിന് ശേഷം അത് കഴിയുമ്പം സ്ക്രീനിൽ കുറേ ഡിസൈൻസ് വരും. അപ്പോൾ അതിൽ ഏത് ഡിസൈനാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. പ്ലെയിൻ ആയിട്ടുള്ളതിന് $4. ഇപ്പോൾ കുറേ സൂപ്പർ ഹീറോസ് പിന്നെ കളേഴ്സൊക്കെ ഉള്ളതുണ്ട്, അതിന് $6. നമുക്ക് വേണ്ട കീ സെലക്ട് ചെയ്യുക. അത് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അതും ആഡ് ചെയ്ത് കഴിഞ്ഞ് പൈസ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുക. അത് കഴിയുമ്പോൾ തന്നെ അതിനുള്ളിൽ മെഷീനുള്ളിൽ കുറേ കീസ് ഉണ്ട്. അത് നമ്മുടെ കീയുമായിട്ട് മാച്ച് ആകത്തക്ക രീതിയിൽ കട്ട് ചെയ്ത് ആ 1 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് കീ കിട്ടും.
അത് കഴിഞ്ഞ് നമ്മുടെ ഇഡ്ഡലിത്തട്ട് നേരെ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ നടുക്കൊരു കമ്പിയില്ലേ, അപ്പോൾ അത് മുറുക്കാനായിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ നട്ട് കാണും. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഊരി കൈമോശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഇഡ്ഡലിത്തട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇതുപോലൊരു ത്രെഡ് ചക്കർ വെച്ചിട്ടുണ്ട് നട്ട് ബോൾട്ടൊക്കെ ഇരിക്കുന്നിടത്ത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആ ഇഡ്ഡലിത്തട്ടിൻ്റെ കൂടെ വന്ന കമ്പിയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിട്ട് ഓരോന്നിലും നോക്കിക്കഴിയുമ്പോൾ കറക്റ്റ് സൈസ് അറിയാം. അപ്പോൾ അതിലൊരു നമ്പറുണ്ട്, 832 എന്നും പറഞ്ഞൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇവിടെ ഫുള്ളിങ്ങനെ ആ ഒരു നട്ട് പല വെറൈറ്റിയിലുള്ളത് വെച്ചിട്ടുണ്ട്. നമുക്ക് നട്ടും ബോൾട്ടും അതുപോലെ തന്നെ വാങ്ങിക്കാൻ പറ്റും. ആ കമ്പി പോലെ ഇങ്ങോട്ടിരിക്കുന്ന എല്ലാം ബോൾട്ടാണ്, ഈ പിരിയുള്ള. അപ്പോൾ അതിന് നമ്മുടെ കയ്യിൽ നട്ടുണ്ട്, അതിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ സൈസ് ബോൾട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അതും വാങ്ങിക്കാം. 832 എന്ന് പറയുന്ന നമ്പർ വെച്ച് സെയിം അളവിൽ പല മോഡൽ നട്ട്സ് കിട്ടി. അതിനകത്ത് ആ ഒരു വിങ് ടൈപ്പ് ഉണ്ടല്ലോ, അതാകുമ്പോൾ നമുക്ക് പിടിച്ച് തിരിക്കാനും മുറുക്കാനും ഒക്കെ എളുപ്പമായിരിക്കും. അതാണ് എടുത്തത്. പിന്നെ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് ക്ലീനിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്, മിസസ് മേഴ്സ്, ഇതൊക്കെ ഇവിടെ നിന്നാണ് ഞാൻ വാങ്ങുന്നത്. ചില സമയത്ത് ഇത് 3 ബോട്ടിൽ ഒന്നിച്ച് കോസ്കോയിലും വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ക്ലീനിങ് വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നിറത്തിലുള്ള പലതരത്തിലുള്ള ചെടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഇത് വെക്കാനുള്ള പലതരത്തിലുള്ള ചെടിച്ചട്ടികളും ഇതിൻ്റെ മണ്ണ്, ഫെർട്ടിലൈസർ, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഇപ്പം ഉണ്ട്. പക്ഷേ ഇതെല്ലാം, ഈ ചെടികളെല്ലാം ആനുവൽ പ്ലാന്റ്സ് ആണ്. ഈ ഒരു 2 മാസം കഴിയുമ്പോൾ ഇതെല്ലാം തണുപ്പ് തുടങ്ങുമ്പോൾ നശിച്ചു പോകും, പിന്നെ തിരിച്ചു വരത്തില്ല. അപ്പോൾ അതിവിടെ തണുപ്പുള്ളത് കൊണ്ടാണ്. ഇത് നല്ല കാലാവസ്ഥയുള്ള നമ്മുടെ നാട്ടിലെ പോലത്തെ കാലാവസ്ഥയുള്ളിടത്താണ് ഇത് സ്ഥിരം നിൽക്കും. അപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പാചകലോകം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.